ചിലർക്കുണ്ട് കഞ്ഞിമൂല. കഞ്ഞിമൂല എന്ന് പറഞ്ഞ ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിലില്ല. പഠിച്ചോ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിലില്ല അത്. എന്ത് കഞ്ഞിമൂല? കഞ്ഞി വെച്ച് കുടിക്കാൻ ആണോ കഞ്ഞിമൂല? ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ചിലർ മനസ്സിലാക്കി ഇതൊക്കെ ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല, ഇവിടെ കഞ്ഞിമൂലയുണ്ട്, ആ പ്രശ്നമുണ്ട്, ഇവിടെ ഇന്നത് പറ്റൂല, ബാത്റൂം പറ്റൂല. കഞ്ഞിമൂല ബാത്റൂം പണിതാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, ദോഷമാണ്. ഇസ്ലാം മതത്തിൽ അതൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ തഴവ ഉസ്താദൊക്കെ എന്നേ ഹറാബായി പോയാന്. ബാത്റൂം ഇരുന്നത് കഞ്ഞിമൂലയിലാണ്. അള്ളാഹു നമ്മളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തഴവ ഉസ്താദിനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ്. എന്താ ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ്. ഇവർ കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത്? ഈ അടുത്ത് ചുള്ളിമാനൂർ അബ്ദുസ്സലാം മുസ്ലിയാർ പറയുന്ന ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു. പഴയകാല പ്രാസംഗികനാണ് അദ്ദേഹം. ഒരിക്കൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുത്തുബ്ഖാന കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, കോടികൾ വിലമതിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട്. ധാരാളം കിതാബുകൾ അവിടെ കാണാം. ഓരോ ഗ്രന്ഥം എടുത്തു നോക്കിയാലും ഫത്ഹുൽ മീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അതിൽ എല്ലാ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇബാറത്തുകളും അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ടാവും. എഴുതി 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 ഓരോ വരികൾക്കിടയിലും. അതിനകത്തിന് ഒരു പേജില്ല ഇനി എഴുതാൻ. ഇതേപോലെ അടുത്ത ഗ്രന്ഥം, വേറൊരു ഗ്രന്ഥം എടുക്കുമ്പോൾ അതിനകത്തും ഇതേപോലെ എന്ന് പറഞ്ഞാൽ നോക്കാത്ത ഗ്രന്ഥമില്ല. തഴവ ഉസ്താദ് തന്നെ പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ ഒരു ഗ്രന്ഥവും എനിക്കെതിരിൽ ഹിസാബ് പറയുകയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഗ്രന്ഥങ്ങൾ റൂമിൽ മുഴുവൻ കെട്ടിവെച്ചിരിക്കുകയാണ്. നമുക്ക് ഡെയിലി വരുന്ന പത്രം പോലും വായിക്കാൻ ഇവിടെ സമയമില്ലാതെ ഓടുന്ന കാലഘട്ടമാണ് നമ്മൾ. അന്നന്ന് വരുന്ന പത്രം പോലും നമ്മൾ വായിക്കലില്ല. ഫുള്ള് അതിൻ്റെ ഫ്രണ്ട് പേജ് വായിക്കും, സ്പോർട്സ് പേജും വായിക്കും, എന്തെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ അതും വായിക്കും, കഴിഞ്ഞ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ. നമ്മുടെ കൗമിൽപ്പെട്ട കുറേ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് ഇരിക്കുക. മൂല്യന്മാർക്ക് അറിയാത്ത പണിയാണിത്, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം. ഇവിടെ മൂല്യന്മാർ ഇതിന് നിൽക്കാത്ത എന്താണെന്നറിയോ? ഇത് എതിർത്തതാണ്. വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ, ആലിമീങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. മറ്റു മതസ്ഥരുടേതാകുന്ന ആചാരങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, ഓരോരുത്തർക്കും അവരവരുടെ ആചാരം. ഹൈന്ദവ മതത്തിലുള്ളവർക്ക് അവർക്ക് കഞ്ഞിമൂലം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആചാരം, അതുമായി പോകാം. മുസ്ലിമിന് അതുമായി യാതൊന്നും കൂട്ടിക്കലർത്താൻ പാടില്ല. നമുക്കതില്ല, അത് മനസ്സിലാക്കി. നമ്മളത് ഭയങ്കര ശാഠ്യമാണ്. ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് വസ്വാസം ഉണ്ടാക്കാൻ. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. തീർത്തു പറയാൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ വ്യാജമാകുന്ന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ അറിയാൻ പറ്റുന്ന ആളാണ്. ഇന്ന ഗുരുക്കൾ ഭയങ്കരമാണ് അയാൾ, സ്വാമി, അയാളെ കൊണ്ടുവരിക. അയാൾ പറയുന്നത് വിശ്വസിച്ച് പണി ചെയ്താൽ നീ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി